ഈമാനിലല്ലേ? അപ്പോ പിന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? മഹാന്മാരായ സഹാബത്ത് ചോദിച്ചു, ഈമാനായ റസൂലുള്ളാഹ്, ഞങ്ങളുടെ ഈമാനിനെ എങ്ങനെ പുതുക്കേണ്ടത്? അത് വിശ്വാസം അങ്ങനെ പോയാൽ ഈമാനെ പുതുക്കലാകും. അല്ലെങ്കിൽ വിശ്വസിക്കണം മുഴുവൻ കാര്യങ്ങളൊന്നും ഇങ്ങനെ മനസ്സിലിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമാണോ? മഹാന്മാരായ സഹാബത്ത് ചോദിച്ചു, ഈമാനായ റസൂലുള്ളാഹ്. അപ്പോ മഹാനായ റസൂലുള്ളാഹി എന്നോട് പറഞ്ഞത്, ഈ പരിശുദ്ധമായ കലിമത്തോരി അത് അങ്ങനെ അധികരിച്ചുകൊണ്ട് അതാണ് ഈമാൻ പുതുക്കിക്കൊണ്ടുള്ള പണി. അപ്പോൾ നമ്മൾ ഒന്ന് മൂമിനായി, അടുത്ത സ്റ്റെപ്പിൽ മൂമിനായി, അടുത്ത സ്റ്റെപ്പിൽ മൂമിനായി, ഓരോ ശ്വാസത്തിലും മൂമിനികളായിട്ട് ജീവിക്കാനുള്ള മാർഗം അതാണ്. അങ്ങനെ പരിശുദ്ധമായ ജീവിതത്തിലാണെങ്കിൽ ഏറ്റവും ഉന്നതമായ അവസ്ഥാവിശേഷങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാനും മാർഗവും ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ, ആരോടാ ഈ ആമിനൂ എന്ന കൽപ്പന? വിശ്വസിച്ച ആളുകളോടല്ലേ കൽപ്പന ഉള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ച ആളുകളെ, ആമിനു, നിങ്ങൾ അതുകൊണ്ട് മാത്രം അവിടെ മടക്കി വെച്ചിരിക്കാൻ പാടില്ല. ആമിനു, മഹാന്മാരായ നിങ്ങൾ അതിന് കൊടുത്ത വ്യാഖ്യാനങ്ങൾ പരിശോധിച്ച് നോക്കണം. നിങ്ങൾ ആ ഈമാൻ കൊണ്ട് പണിയെടുത്തുകൊണ്ടേയിരിക്കണം. അതാ ജദീദു ഈമാനുകൾ എന്ന് പറഞ്ഞത്. ഈമാൻ ദായിമായി കൊണ്ടേയിരിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ തന്നെ പറഞ്ഞത്. അല്ല അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹ്. ആരായി വിശ്വസിക്കുന്നത്? വിശ്വസിക്കാൻ പറഞ്ഞ ആരോടാ? വിശ്വാസികളോട് തന്നെ പറഞ്ഞത്. അപ്പൊ പിന്നെ ഇവിടെ നമ്മൾ ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ഈമാൻ ഇല്ലാതെ ചത്തുപോയി നമ്മൾ പറയുന്നില്ല. മറിച്ച് മുഅ്മിനീങ്ങളോട് തന്നെയാണ് പരിശുദ്ധമായ ഖുർആനിന്റെ കൽപ്പന. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ, യാ അയ്യുഹല്ലദീന ആമനൂ അല്ലാ തുൽക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. അപ്പോ ഈ തരീഖത്തിൽ കൂടാത്ത ആൾക്കാരൊക്കെ അവര് മുസ്ലിമീങ്ങളാണെന്നും നമ്മൾ മാത്രമാണ് മുഅ്മിനീങ്ങളാണെന്നും നമ്മൾ മാത്രമേ കഷ്ടപ്പെടുള്ളൂ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ നരകത്തിലാണെന്നും നമ്മൾ പറയുന്നില്ല. അപ്പൊ അവന് ഇത് മുസ്ലിമീങ്ങളാണ്, മറ്റത് മുസ്ലിങ്ങളാണ്. മുസ്ലിമീങ്ങളാണ് ഈമാൻ അവർക്ക് അവിടെ ഉണ്ടാവും. പക്ഷെ ആസിന് ഈമാൻ കൊണ്ട് ഞങ്ങൾക്ക് അടഞ്ഞിരിക്കാൻ പാടില്ല. അത് ശരിക്കും വയറ്റി കൊണ്ടിരിക്കണം. ഭാവി ഭദ്രായി തീരും. മഹാന്മാരായ വിശേഷന്മാരുമായുള്ള സമ്പർക്കത്തിലൂടെ അവരുമായുള്ള ബന്ധം സുദൃഢമാക്കിക്കൊണ്ട് അവരുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ഈ ഈമാനുമായിട്ട് ഇതിനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിക്കണ സമയത്ത് ആ കാര്യം നമുക്ക് ശരിക്കും ഓർമ്മയോടുകൂടെ നല്ല മരിക്കാൻ കഴിയും. അതിനല്ലേ മറ്റായന്മാരും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആരാണ് നബി എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അവിടെ കണ്ടാൽ തന്നെ അല്ലാഹു ഓർമ്മയുണ്ടാകും. മഹാന്മാരെ കണ്ടാൽ തന്നെ ഓർമ്മ വരും. അപ്പൊ മഹാന്മാരെ നേരെ കണ്ടാലും അവരല്ലാത്ത നിലക്ക് കണ്ടാലും അവരുമായിട്ട് ഓർമ്മ ഏത് സമയത്തും അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഈ ദിക്റും ഈ പരിശുദ്ധമായ കലിമത്തും ഇതും അവരുണ്ടാക്കുന്നുണ്ട്. അപ്പൊ മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നു. ആർക്കെങ്കിലും ശേഖില്ലെങ്കിൽ ആരുടെ ശേഖ് ചെയ്താനാണെന്ന് പറഞ്ഞാൽ പിന്നെ ശേഖ് ചെയ്താനാവാതെ നമ്മൾ വിളിച്ചെടുത്ത് ശേഖന്റെ കയ്യിൽ വഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഇവിടെ അല്ലാതെ വന്ന് ശരിയാക്കുന്നത്. പരിശുദ്ധമായ കലിമത്ത് തൗഹീദിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു. ലോകത്തിന്റെ ഉൽപ്പത്തി മുതൽ തന്നെ ഈ ഖാദിരിയുണ്ട്. ഇനി ലോകത്തിന്റെ അവസാനം ഇതാണെന്ന് പറഞ്ഞു. ഇനി വെറും ഈ ഖാദിരി തരീഖത്ത് പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് മാത്രം പോലെ മഹാന്മാരായ സാഹിബന്മാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായ കൊണ്ട് തന്നെ ശൈഖുമാരാക്കിക്കൊണ്ടായി ഇവിടെ ലോകം പടച്ചുവിട്ട് തന്നെ ആ ശൈഖിയത്തിനെയും തരീഖത്തിനെയും എതിർത്ത ആളുകളായി ഇബ്ലീസിന്റെ പാർട്ടിക്കാരായി പോയത്. ഇനി ജാഹിലിയത്തിലെ ഖലീഫ ഞാൻ എന്റെ ഖലീഫിനെ എത്തിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് പ്രശ്നമായിക്കൂടി. പിന്നെ ഖലീഫിനെ സൃഷ്ടിച്ചു.
ആ ഖലീഫക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി, ആ ഖലീഫയെ വണങ്ങി ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഏൽപ്പിച്ചത്. ആദ്യമായിട്ട് ചെയ്ത പരിപാടി അതാണ്. അപ്പൊ എനിക്ക് ആ പരിപാടി പറ്റാതെ മാറി നിന്നാളാ മറ്റാളെ മലക്കുകളുടെ ഉസ്താദായിരുന്നു. മൂപ്പൻ എന്ത് ചെയ്തിട്ട് സംഭവിച്ചില്ല. അപ്പോ ആദ്യമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് നടപ്പാക്കിയ പരിപാടി വന്നാൽ മഹാനായ ആദം നബി ഇസ്ലാമിന് മുഴുവൻ യാഥാർത്ഥ്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം ആ ഗുരുവിനെ ബഹുമാനിക്കാൻ വേണ്ടി കൽപ്പിക്കുക എന്നുള്ളതാണ് ആദ്യമായി കൊണ്ട് ചെയ്തത്. അങ്ങനെ മഹാനായ നബി ഇസ്ലാം, അങ്ങനെ മഹാന്മാരായ അമ്പിയാക്കളും ലോകത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ വന്നവരും അതുപോലെ തന്നെ ശേഷം ഖിയാമത്ത് നാൾ വരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈഖ് മുരീദ് എന്ന നിലക്കാണ് അല്ലാഹു അതിലേക്ക് ആളുകൾ അടുപ്പിക്കുന്നത്. മഹാനായ ഔദ്യോഗിക തന്റെ ഉന്നത്തിൽ പറയുന്നു, ആദിന ഇസ്ലാം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് സ്വീകരിച്ച ശൈലി ഒരു പ്രവണത അവർ മുൻനിർത്തി എന്താ അള്ളാഹുവിലേക്ക് ജനങ്ങൾ അടുപ്പിക്കുക ശൈഖ് മുരീദ് എന്ന നിലക്കാണ് ആദിന ഇസ്ലാം മുതൽ ഖിയാമത്ത് നാൾ വരേക്കും അള്ളാഹുവിന്റെ പതിവിത. അവരിശുദ്ധമായ അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കാൻ പര്യാപ്തരായ പ്രഗത്ഭരായ മഹാന്മാരായ മസായിഖുമാരും ഇത് രണ്ടും നോക്കുകയാണ്. ഈ രണ്ടുകൊണ്ടും നമ്മുടെ ഈമാൻ കെട്ടിപ്പടുത്തി മുന്നോട്ട് പോകുന്ന മാർഗം തിരുപ്പനം നോക്കും. ഞാൻ കൂടുതൽ ഇനി സംസാരിച്ച വളരെ തെറ്റിട്ട് പോകുന്നതുകൊണ്ട് ഞാൻ ചുരുക്കണമെന്നുള്ള സമയം വളരെ കുറച്ചു. അവിടുന്ന് ഒരിക്കൽ ബഹുമാനപ്പെട്ട മഹാനായ സഹാബി വരുന്ന സമയത്ത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ട സമയത്ത് ഈ ഹൻസല റളിയല്ലാഹു അൻഹു പറഞ്ഞ പരാതി നമ്മൾ ഒരാളും കേട്ടതാണ്. എന്താണ്? സിദ്ദീഖ് എന്നവരെ ഹൻസല മുനാഫിക്കായി പോയി. എന്താ സംഭവം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലാകുമ്പോൾ നമുക്ക് സ്വർഗത്തിനെ പറ്റി പറയുമ്പോൾ സ്വർഗം കാണുന്നത് പോലെയാണ്, നരകത്തെ പറ്റി പറയുന്ന സമയത്ത് നരകം കാണുന്നത് പോലെയാണ്. ഇങ്ങനെ ശരിക്കും നല്ല ഭക്തിയുള്ള ഹൃദയമാണ് പറഞ്ഞത്. പക്ഷെ അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ പലരും അടപ്പ് വെച്ചിരിക്കുന്നു. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവരത്തെ ചെന്നുകൊണ്ട് രണ്ടുപേരും ചെന്ന് കേസ് ബോധിപ്പിക്കുന്ന സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നിഫാഖ് പോകാനുള്ള പ്രതിവിധി അവർ നിർദ്ദേശിച്ചത്, ലോ തദൂന അലാമാ തഖൂലൂന ഹിന്ദി ഒഫീ ദിക്രി സാഫഅത്തുൽ മലായികത്തു യാന, നിങ്ങൾ ലോ തദൂന അലാമാ തഖൂലൂന ഹിന്ദി, നിങ്ങൾ എൻ്റെ അടുത്തുള്ള അതേ അവസ്ഥയിൽ തന്നെ നിങ്ങളുടെ ശിഷ്ട സമയവും നിങ്ങൾക്ക് നിലകൊള്ളാൻ ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ, അതോടുകൂടെ നിങ്ങൾ നിരന്തരമായി ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും ആ ഇസ്ലാം ഈമാൻ അയക്കാനുള്ളമായ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടുകൊണ്ട് മലക്കുകൾ ശരിക്കും ഓപ്പനായി വന്ന് നിങ്ങൾക്ക് ഉദാഹരണം കാണാൻ കഴിയും. അപ്പോ ലോകത്ത് മഹാനായ ഹൻസല വിശ്വാസം പോകാൻ മാത്രം പറഞ്ഞ പ്രതീക്ഷ. നിഫാഖും ഈമാനും രണ്ട് തട്ടില്ല. അവൻ നിഫാഖ് പോകണമെങ്കിൽ, കാപട്യം പോകണമെങ്കിൽ, ഈമാൻ ഉറപ്പിക്കണമെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മുഖം കണ്ടുകൊണ്ടിരിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം അവിടുത്തെ സന്നിധിയിൽ നിന്ന് വിട്ട് അവരുടെ അഭാവത്തിൽ ദർശിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ, അതോടുകൂടെ നിരന്തരമായി ദിക്റിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് അതിന് പരിഹാര മാർഗമായി കൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സഹാബത്തിന് മാത്രം പോകണമല്ലോ, ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ ആളുകളുടെയും നിഫാഖ് പോകാനുള്ള പ്രതിവിധിയാണിത്. മഹാന്മാരായ മസായിഖുമാർ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിനിധികളാണ്. അവരെ കാണുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നത് പോലെ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും അവിടത്തോടുകൂടെ സുഹബത്ത് ചെയ്യാനും സഹവാസം സമ്പർക്കം പുലർത്താനും നമുക്ക് അവസരം ലഭിച്ചിട്ടില്ല. ഈ ഒരു പരാതി വ്യസനം നമുക്കുണ്ടെങ്കിൽ നാം ചെയ്യേണ്ടത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫമാരെ അന്വേഷിക്കുക, എന്നിട്ട് അവരെ കാണുക.
അവരുമായിട്ട് സമ്പർക്കം പുലർത്തുക, പരിശുദ്ധമായ കലിമത്തുൽ തൗഹീദിൽ അധ്വാനിച്ച് മുഴുക്കുക. ഇതാണ് നമ്മുടെ നിഫാഖ് പോകാനുള്ള മാർഗമെന്ന് നാം മനസ്സിലാക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫമാരാവുന്ന മഹാന്മാരായ ഖലീഫത്തിന്റെ മശായിഖുമാർ, അവരെ കണ്ടാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടതുപോലെ തന്നെയാണ്. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തൂബാ ലിമൻ റആനി ഫീ ഹയാതി വലിമൻ റആ മൻ റആനി വലിമൻ റആ മൻ റആനി ബഅദ വഫാതി. എന്റെ ജീവിതകാലത്ത് എന്നെ കണ്ട ആളുകൾ ജയിച്ചു പോയി. എന്താ വിജയം? ശരിക്കും മോഹിനികളായി മാറുക. എന്റെ വഫാത്തിന് ശേഷം എന്നെ കണ്ടവരും എന്നെ കണ്ടവരും വിജയിച്ചു പോയി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാരാ കണ്ട ആളുകൾ? മഹാന്മാരായ സഹാബത്താണ്. അവർക്ക് അതേപോലെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അബൂജഹലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. പക്ഷേ ആ കാര്യത്തിൽ എനിക്കുള്ള വായിച്ചല്ലേ. മഹാനായ അബൂ യസീദ് ഇസ്ലാമി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി അന്നത്തെ സുൽത്താനായ മഹമൂദ് ഗസ്നവി അദ്ദേഹം വന്ന സമയത്ത് മഹാനായ അബൂ യസീദ് ഇസ്ലാമി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ അന്നത്തെ കാലത്ത് ഖലീഫ അബൂബക്കർ സർക്കാനി റളിയല്ലാഹു അൻഹു ഈ സിയാറത്ത് കഴിഞ്ഞതിന് ശേഷം മഹാനായ അബൂബക്കർ സർക്കാനി റളിയല്ലാഹു അൻഹു സുൽത്താൻ ചോദിച്ചു, മഹാനായ അബൂ യസീദ് എന്താണ് അബൂ യസീദ് എന്നാണ് അവസ്ഥ ഉണ്ടായിരുന്നത്? ആരെങ്കിലും അബൂ യസീദ് ഇസ്ലാമിയെ കണ്ടാൽ പിന്നെ അള്ളാനെ കണ്ടതായിരുന്നു. അബൂ യസീദ് ഇസ്ലാമി അള്ളയാണെന്നല്ല പറഞ്ഞു. അള്ളാനെ കണ്ടാൽ പിന്നെ അവിടെ അനുമയങ്ങൾ പിന്നെ അള്ളാന്നുള്ള വിചാരമല്ല വാഹനം നമ്മൾക്ക് ഉണ്ടാകും. അതേ അവസ്ഥയാണ്. അബൂ യസീദ് ഇസ്ലാമിയെ കണ്ടാൽ പിന്നെ അള്ളാനെ പറ്റുന്നവരൊക്കെ ചിന്തി അവലിയാവുക എന്ന് ചോദിച്ചപ്പോൾ ഇതവർക്ക് കൊടുക്കുക. അവരെ കണ്ടാൽ പിന്നെ അള്ളാനെ പറ്റുന്ന ഓർമ്മയുമായിട്ട് ചിന്തിക്കുന്ന അവിടെ ഇല്ല. അപ്പൊ അതാണ് മഹാനായ അബൂ യസീദ് ഇസ്ലാമി റളിയല്ലാഹു അൻഹു കണ്ടാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ അബൂജഹൽ കണ്ടിട്ടുണ്ടല്ലോ. എന്താ അബൂജഹൽ ചോദിച്ചപ്പോൾ ഈ അബൂജഹൽ യതീം അബൂതാലിബ് കൊച്ചു വളർത്തി യതീമാണെന്ന് വളർത്തി വളരെ ബഹുമാനമില്ലാതെ ഒരു പരിഗണനയില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജയിച്ചില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കണ്ടാൽ പോലെ കാണുന്നത് പോലെ കാണണം. അവര് പല ആൾക്കാരെ കുറിച്ച് നോക്കുന്നതാണ്. പക്ഷെ അവര് ശരിക്കും പറഞ്ഞാൽ നോക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവര് ആ മനസ്സുകൊണ്ട് അവർ കാണില്ല. കണ്ണിനെ തൂപ്പിച്ചിട്ട് വരില്ല. മനസ്സുകൊണ്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ അവർ ശരിക്കും മനസ്സുകൊണ്ട് കണ്ടുകൊണ്ട് ശരിക്ക് ആ പരിഗണനയോടും ബഹുമാനത്തോടുകൂടെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചകൊണ്ട് പലണ്ടാവുള്ളൂ. അങ്ങനത്തെ ആൾക്കാർക്ക് ഈ മേഖലയിൽ വിജയിക്കുന്നത്. ഈ തൂബ എന്ന് പറയുന്ന ഈ വിജയം അങ്ങനത്തെ ആളുകൾക്കാണുള്ളത്. ഒരിക്കലും ഈ ഇസ്ലാം എന്ന് പറയുന്ന നാട്ടിൽ തീരെ മഴയില്ലാതെ മറ്റേ ക്ഷാമം വറം ബാധിച്ച സമയത്ത് അന്നത്തെ ആളുകളൊട്ടാകെ ദ്വാരക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ഒന്നിച്ചുകൂടി ദ്വാരക്കാൻ ദ്വാരന്നിട്ട് മഴ പെയ്തില്ലെന്നാണ്. അപ്പോ വിഷമിച്ചപ്പോൾ കൂട്ടത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങിയിട്ട് റബ്ബിനോട് ചോദിച്ചു, പഠിച്ചവന് എൻ്റെ ഈ തലയിലുള്ളതായ ആ ഒന്നിൻ്റെ ഹക്ക് കൊണ്ട് ഞാൻ അവിടക്കന് എൻ്റെ ഈ തലയിൽ എൻ്റെ മുഖത്തുള്ളതായ സാധനം അതിനെ പിടിച്ചുകൊണ്ട് അതിന് മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാനേ ഞങ്ങൾ മഴ കൊണ്ടുള്ളത് ഇത് പറഞ്ഞത് മഴ വരുന്നതാണ്. അപ്പൊ അടുത്തുന്ന ചില ആളുകൾ എന്താണ് നിങ്ങളുടെ തലത്തിലുള്ളത്? ശരീരത്തെ തലച്ചോറ് അല്ലെങ്കിൽ ഉള്ളതിന് പിന്നെന്താണുള്ളത്?
അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു,